ഹൈ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. നമ്മൾ അയലൻ സിനിമ കാണാൻ വേണ്ടി വന്നത് കുറേ ആൾക്കാരുടെ റിക്വസ്റ്റ് കാരണമുണ്ട് നമ്മൾ തിയേറ്ററിൽ തന്നെ കാണാമെന്ന് വിചാരിച്ച്. പിന്നെ അനുഭവം പറഞ്ഞു റഹ്മാനൊക്കെ മ്യൂസിക് എന്തായാലും ഒന്ന് തിയേറ്ററിൽ കാണാമെന്ന്. അപ്പം ഞങ്ങൾ വന്നാണ് ടിക്കറ്റ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ സ്ക്രീൻ മണ്ണിലാണ്, സ്ക്രീനിൽ മണ്ണിൻ്റെ സബ്ബിരിക്കും നോക്കി. സ്ക്രീൻ മണ്ണ് ഇങ്ങനെയൊക്കെ ഇവിടെ വേറെ ടൈപ്പ് ടെക്നോളജി എന്താ കൊണ്ടുവന്നേക്കണ. ഡോൾബി അറ്റ്മോസ് ആണ്, പക്ഷെ പവർഡ് ബൈ ക്രിക്സ് എന്ന് പറഞ്ഞ സ്പീക്കേഴ്സാണ്. സംഭവം നല്ല എഫക്റ്റ് ഉണ്ട്. അപ്പോൾ സിനിമ ഒക്കെ കണ്ട് ഞങ്ങൾ വീട്ടിലെത്തി. ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയും തിയേറ്ററിൽ കണ്ടില്ലെങ്കിൽ നഷ്ടമായി പോയാനെന്ന് എനിക്ക് തോന്നിയിട്ടാണ്. കാരണം ഇതൊരു OTTയിൽ എത്രത്തോളം ഈ സിനിമ എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. ഞാൻ കണ്ട തിയേറ്ററിൻ്റെ ഒരു ഗുണം കൂടി എനിക്ക് ഫീൽ ചെയ്തു. ഇപ്പോൾ സ്ക്രീൻ വണ്ണ് ഡോൾബി അറ്റ്മോസ് ഒരു പുതിയ ടൈപ്പ് ഓഫ് ഫോർമാറ്റിലുള്ള ബ്രാൻഡിലുള്ള സ്പീക്കറിലാണ് വനിതയിൽ ഇപ്പോൾ മോഡിഫൈ ചെയ്തിരിക്കുന്നത്, അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു രക്ഷയില്ലാത്ത സൗണ്ട് എഫക്റ്റ് ആയിരുന്നു. ഒരു രക്ഷയില്ല. ഓൾറെഡി 4K RGB ലേസർ പ്രൊജക്ഷനാണ്. അപ്പോൾ ക്ലാരിറ്റിയുടെ കാര്യത്തിൽ ഒന്നും പറയാനില്ല. അത് കൂടാണ്ട് ഈ സൗണ്ട് കൂടി ആയപ്പോഴേക്കും ഈ സിനിമ ഒരു ആവറേജ് പടം ആണെങ്കിൽ പോലും ഇതിൻ്റെ വിഷ്വൽസ് ആൻഡ് സൗണ്ട് ഈ സിനിമയെ അങ്ങോട്ട് ശരിക്കും പൊലിപ്പിച്ചെന്ന് പറയേണ്ടി വരും. ഇതിനകത്ത് ആദ്യം തന്നെ ഒരു വലിയൊരു കൈയടി കൊടുത്തേ പറ്റുള്ളൂ. കാരണം തമിഴിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും അടിപൊളിയായിട്ട് ഒരു സൈഫൈ മൂവി ഗ്രാഫിക്സ് ചെയ്ത് കണ്ടിരിക്കുന്നത്. എസ്പെഷ്യലി ഈ ഏലിയനെ ഗ്രാഫിക്സ് ചെയ്തിരിക്കുന്നതൊക്കെ കിടിലനായിട്ടുണ്ട്. ഒരു രക്ഷയില്ല. എനിക്ക് കോയി മിൽഗയ്ക്ക് ശേഷം ഇന്ത്യയിൽ എടുത്തിട്ടുള്ള ഒരു ഏലിയൻ സിനിമയുടെ ഒരു ഇതിൽ ഏറ്റവും ക്വാളിറ്റി ഉള്ള ഒരു മൂവിയായിട്ട് ഇപ്പോൾ എനിക്ക് ഫീൽ ചെയ്തതാണ്. ഞാൻ ഈ സിനിമക്ക് പോകാതിരുന്ന സത്യം പറഞ്ഞ ഒരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഹോളിവുഡ് മൂവി ഉണ്ട്, പോൾ എന്നാണ് ആ സിനിമയുടെ പേര്. അപ്പം ആ സിനിമ തന്നെ ആയിരിക്കും ഇതെന്ന് വിചാരിച്ചിട്ടൊക്കെയാണ് ഞാൻ പോകാതിരുന്നത്. പിന്നെ ഈവൻ ETയുടെ ഒരു വേറൊരു പതിപ്പ് പോലെ ആയിരുന്നു കോയിമിലിക്ക. പക്ഷേ കോയിമിലിക്ക കാണാനുണ്ടായിരുന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ ഹൃത്തിക് റോഷൻ ഫാൻ ആയതുകൊണ്ട് ഫസ്റ്റ് ഡേ തന്നെ പോയി കണ്ട പാടമാണ്. എന്നെ ഭയങ്കരമായിട്ട് പെർഫോമൻസ് വൈസ്, ക്വാളിറ്റി ഓഫ് ഫിലിം മേക്കിംഗ് എല്ലാം കൊണ്ട് എന്നെ ഭയങ്കര സംതൃപ്തിപ്പെടുത്തിയ ഒരു പടമാണ് കോയിമിലിക്ക. അതിലെ പാട്ടുകൾ റിപ്പീറ്റ് വാല്യൂ ആണ് എനിക്ക്. ഞാനത് ഇപ്പം പോലും ഏകദേശം 20 വർഷങ്ങൾക്ക് ശേഷം പോലും ഇരുന്ന്, ഇപ്പോൾ കോയിമിലിക്ക എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇറങ്ങിയത് 2001 അങ്ങാണ്ടുമാണ്. ഞാൻ ഇപ്പോഴും ആ സിനിമയിലുള്ള പാട്ടുകളും സിനിമയും ഞാൻ റിപ്പീറ്റഡ് ആയിട്ടിരുന്ന് കാണുകയും കേൾക്കുകയും ചെയ്യും. അപ്പോൾ അത്ര ഇഷ്ടമൊരു പടമാണ് കോയിമിലിക്ക. അപ്പോൾ ഈ സിനിമയ്ക്കൊക്കെ അതിൻ്റെ ആ ഒരു കമ്പീറ്റ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ആ സിനിമയ്ക്കൊത്ത് വരുമോ എന്നൊക്കെ ഉള്ളൊരു ഇന്നർ കോൺഫ്ലിക്റ്റ് ഉള്ളതുകൊണ്ടൊക്കെയാണ് ഞാൻ ഭയങ്കര ലാഘവത്തോടെ ഈ സിനിമ കാണാതിരുന്നത് കേട്ടോ. പക്ഷേ അനുഭവം ഇതിൽ കാണുന്ന ഇൻട്രസ്റ്റ് പ്രകടിപ്പിച്ചുകൊണ്ടും പിന്നെ അതുപോലെ തന്നെ ഒരുപാട് പേര് കമൻറ്റ് ഇട്ടുകൊണ്ടാണ് ഞാൻ കാണാമെന്ന് വിചാരിച്ചത്. എന്തായാലും അത് നല്ല തീരുമാനമായിരുന്നു തിയേറ്ററിൽ കാണാമെന്ന് വിചാരിച്ചത്. കാരണം എനിക്ക് തോന്നുന്നുള്ള ഈ സിനിമ ഞാൻ OTT വന്ന് അത്രത്തോളം എൻജോയ് ചെയ്യുന്നു ഇപ്പോൾ ഈ തിയേറ്ററിൽ ഇരുന്ന് കണ്ട അത്ര. കാരണം തിയേറ്ററിൽ ഇത് ഭയങ്കര രസമായിരുന്നു ഈ സിനിമ കാണാൻ. സിദ്ധാർത്ഥാണ് ഇതിലുള്ള ഏലിയൻ വോയിസ് കൊടുത്തിരിക്കുന്നത്. എടുത്തു പറയാൻ പോയി കഴിഞ്ഞാൽ കുറേ എനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളുണ്ട്. ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ബേസിക്കലി ഗ്രാഫിക്സ് ചെയ്തേക്കണത്, സൗണ്ട് ഡിസൈൻ കാര്യങ്ങൾ, പിന്നെ വോയിസ് ചെയ്തിരിക്കുന്ന ആക്ടേഴ്സിനൊക്കെ എനിക്ക് ഇഷ്ടമാണ്, അതുകൊണ്ട് അത് ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു ടിപ്പിക്കൽ ഒരു ടൈപ്പ് ഓഫ് ഒരു മൂവി ആയിട്ടുള്ള സംഭവം എനിക്ക് ഫീൽ ചെയ്തത്. അതായത് ഏലിയൻ വരുന്നു, ഏലിയനെ ആദ്യം നായകൻ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാർ ഏലിയനെ കാണുമ്പോൾ പേടിക്കുന്നു, ചെതറി ഓടുന്നു, ആ സീനൊക്കെ തന്നെ. പിന്നെ ഏലിയനായിട്ട് കൂട്ടാവുന്നു. അതിനുശേഷം ഏലിയനെ കുറേ പേര് അതിൻ്റെ ഇടയിൽ കൂടെ വില്ലന്മാർ തപ്പി കിടക്കുന്നുണ്ട് ഏലിയനെ തന്നെ. അപ്പോൾ ഏലിയനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു, വില്ലൻ ഏലിയനെ അപായപ്പെടുത്താൻ ശ്രമിക്കുന്നു, പിടിച്ചുകൊണ്ട് പോകാൻ ശ്രമിക്കുന്നു. അപ്പം നായകൻ ഏലിയനെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നു. അവസാനം നായകന് ഏലിയൻ്റെ പവർ കുറച്ച് കിട്ടുന്നു. ലാസ്റ്റ് ആകുമ്പോഴേക്ക് ഏലിയൻ പോകുന്നു. അപ്പോൾ പവർ പോയി എന്ന് വിചാരിക്കുന്നു, പക്ഷെ എന്നാൽ കുറച്ച് പവർ ബാക്കിയിരിക്കുന്നു. ഈ ഒരു ഫോർമാറ്റ് ഇത് കോയിമിലിക്കയിലുണ്ട്, ഒരുപാട് ഏലിയൻ പടങ്ങളിലുണ്ട്. അപ്പോൾ ആ ഒരു ഫോർമാറ്റ് തന്നെയാണ് ഈ സിനിമയിൽ. അപ്പോൾ ഒരു പുതുമയൊന്നും എനിക്കൊന്നും ഫീൽ ചെയ്തില്ല. ഇത് തമിഴിൽ ചെയ്തപ്പോൾ നല്ല ക്വാളിറ്റിയിലൂടെ ചെയ്തെന്നല്ലാണ്ട് എനിക്ക് ഒരു പുതുമയായിട്ടുള്ള ഒരു പുതിയ രീതിയിലുള്ള ഒരു ഏലിയൻ സംഭവം അല്ലെങ്കിൽ പുതുമ ഒന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. ഒന്നിലും എനിക്ക് പുതുമ ഫീൽ ചെയ്തില്ല. പിന്നെ വേറെ കാര്യം,
ഒരു ടിപ്പിക്കൽ തമിഴ് സിനിമയുള്ള കുറേ സാധനങ്ങൾ ഇതിനകത്തുണ്ട്. അൺവാണ്ടഡ് ആയിട്ടുള്ള ഒരു ആവശ്യമില്ലാത്ത ഒരു ലവ് ട്രാക്ക്. ഇതൊക്കെ ഇല്ലെങ്കിൽ എന്താ കുഴപ്പം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. എല്ലാ സിനിമയിലും ലവ് കുത്തിക്കേറ്റേണ്ട ആവശ്യമുണ്ടോ? അതുപോലെ ഒരു കാര്യമില്ലാതെ കുറേ എന്താ കോമിക് ആക്ടേഴ്സിനെ കൊണ്ട് ആവശ്യമില്ലാതെ വെറുതെ ഒരു കാര്യമില്ലാണ്ട് കുറേ കോമഡി, ബോഡി ഷെയ്മിങ് ടൈപ്പ് രീതിയിലുള്ള കോമഡി വരെ ഉണ്ട്. അപ്പം ഇതൊക്കെ പണ്ടത്തെ സിനിമകളാണ്. ഇപ്പോഴത്തെ സിനിമയിൽ ഇപ്പോഴത്തെ ഓഡിയൻസിന് കൊണ്ടുവന്ന് ഇത് കൊടുക്കേണ്ട, ഫീഡ് ചെയ്യേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ എനിക്ക് തോന്നിപ്പോൾ. എനിക്കതൊന്നും ആ സംഭവങ്ങളൊന്നും എനിക്ക് തീരെ അങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ യോഗി ബാബു ഉള്ളതുകൊണ്ട് ചില സീൻസ് നമ്മൾ ചിരിച്ചു. പിന്നെ അങ്ങനെ കുറേ ടിപ്പിക്കൽ സാധനങ്ങളുണ്ട്. ആ ടിപ്പിക്കൽ സാധനം കാരണമാണ് എനിക്കിതൊരു ആവറേജ് വാച്ചായി തോന്നിയത്. പക്ഷെ അതൊന്നും ഇല്ലായിരുന്നെങ്കിൽ, അതൊക്കെ എടുത്ത് മാറ്റിയിരുന്നെങ്കിൽ, അതൊന്നും ഈ സിനിമയെ ഉൾപ്പെടുത്തിയില്ലായിരുന്നെങ്കിൽ കുറച്ചും കൂടി അടിപൊളി ഒരു ഫീൽ എനിക്ക് കിട്ടിയാനെ. ഇതിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, നല്ലപോലെ പണിയെടുത്തിട്ടുണ്ട്. ഗ്രാഫിക്സിൻ്റെ കാര്യത്തിൽ നല്ല രീതിയിൽ പണിയെടുത്തിട്ടുണ്ട്. ആ സൈഡൊക്കെ ഓക്കെയാണ്. പക്ഷേ ഇതൊരു പക്ക ടെംപ്ലേറ്റ് മോഡൽ ഒരു ഏലിയൻ എന്താണ് വിസിറ്റിംഗ് ദി എർത്ത് പടം പോലെ ആയിപ്പോയി. വ്യത്യാസം യൂഷ്വലി നമ്മൾ കാണുന്ന അമേരിക്കയിലോ അല്ലെങ്കിൽ എന്താണ് ഇപ്പോൾ ബോളിവുഡിലാണെങ്കിൽ മുംബൈ, ഡൽഹിയിലൊക്കെ വരുന്നതോ, അല്ലെങ്കിൽ ഇപ്പോൾ കോയമ്പലിക്കയിലേക്ക് ഹിമാചൽ പ്രദേശിലാണ്. എന്നാലും അങ്ങനത്തെ ഒരു സീനാണ്. പക്ഷേ ഇതിനകത്തിപ്പോൾ അത് തമിഴ്നാട്ടിലായി എന്നുള്ളതാണ്. ഇതിനകത്ത് അതിനെപ്പറ്റി കളിയാക്കിക്കൊണ്ട് തന്നെ ഒരു സംഭവം പറഞ്ഞത്. യൂഷ്വലി നായകൻ ചോദിക്കുന്ന ചോദ്യമുണ്ട്, നീ എങ്ങനെ ഏലിയനാ, നീ പൊതുവെ എപ്പോഴും നീ എന്തിനാ ഇവിടെ വന്നത്, എപ്പോഴും അമേരിക്കയിൽ പോയല്ലേ ലാൻഡ് ചെയ്യണേ എന്നുള്ളത്. അപ്പോൾ അതൊരു വ്യത്യസ്തത ഉണ്ടായിരുന്നു. ഇത്തവണ തമിഴ്നാട്ടിൽ കഥ നടക്കുന്നതുകൊണ്ട് ഏലിയൻ തമിഴ്നാട്ടിലാണ് ലാൻഡ് ആയത്. അപ്പം അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ഈ സിനിമയുടെ മുഴുവത്താഴം എടുത്ത് നോക്കുമ്പോഴേക്കും വില്ലൻ വേറെ ലെവലാണെങ്കിൽ നമുക്ക് നായകൻ കുറച്ചുകൂടി രസമായിട്ട് തോന്നുള്ളൂ. ഇതിലെ വില്ലൻ കഥാപാത്രം എനിക്ക് അത്രയ്ക്ക് ഇടലായിട്ടൊന്നും ഫീൽ ചെയ്തില്ല. അത് അഭിനയിച്ച നടനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഷാദ് കേൽക്കർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ പുള്ളിക്കാരൻ യൂഷ്വലി കിട്ടില്ലായിട്ടുള്ള റോളുകളാണ് ചെയ്യാറുള്ളത്. ഈവൻ പടം ആവറേജ് ആണെങ്കിൽ പോലും പുള്ളിയുടെ റോള് വേറെ ലെവലായിരിക്കും. പക്ഷേ ഇതിനകത്ത് എനിക്ക് പുള്ളിയുടെ റോൾ അത്ര എനിക്ക് അങ്ങനെ ഇഷ്ടമില്ല. പിന്നെ ഇഷ കോപ്പിക്കർ ഉണ്ട്, കുഴപ്പമില്ല. നമ്മുടെ ഡോണിലൊക്കെ അഭിനയിച്ചിട്ടുള്ള നടിയാണ്. ഡോണിലുണ്ടായിരുന്നു, വേറെ കുറേ സിനിമ ഡോണിലുണ്ടെന്ന് തോന്നുന്നുണ്ട്, ഷാറുഖ് ഖാൻ്റെ. അങ്ങനെ കുറേ സിനിമകളിൽ, ഹിന്ദി സിനിമകളിൽ അഭിനയിച്ച പുള്ളിക്കാരി ഇന്റൻസിറ്റിയോടൊക്കെ അഭിനയിച്ചു. പക്ഷേ ഒരു സീൻ എടുക്കുക അതൊക്കെ പറഞ്ഞിങ്ങനെ കാരണം അതൊക്കെ എനിക്ക് വിറ്റായിട്ട് തോന്നി. എനിക്കത് കോമിക്കലായിട്ടാണ് ഫീൽ ചെയ്തത്. അപ്പോൾ കുഴപ്പമില്ല, അങ്ങനെയാണ് എനിക്കൊരു ഫീൽ കിട്ടിയത്. പക്ഷേ ഈ സിനിമ ഇച്ചിരിയെങ്കിലും നിങ്ങൾ എൻജോയ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായം ഈ സിനിമ തിയേറ്ററിൽ തന്നെ കാണണം എന്നുള്ളതാണ്. എന്നാലേ ഈ സിനിമ എൻജോയ് ചെയ്യുള്ളൂ. ഇത് OTT വന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ എൻജോയ്മെൻറ്റ് ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. എന്തായാലും എനിക്ക് ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നി. ഇത് തിയേറ്ററിൽ കണ്ടത് നന്നായെന്ന് എനിക്ക് തോന്നി. കാരണം എനിക്ക് മുഴുവത്താട് ആ സൗണ്ട്, എന്താ പറയുക, വിഷ്വലൊക്കെ എനിക്ക് കുറച്ചുകൂടി എൻജോയ് ചെയ്യാൻ പറ്റി. പിന്നെ സിനിമ പിള്ളേരെ കാണിച്ചാൽ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാവും. ഫ്രണ്ട്ലി നെയ്ബർഹുഡ് ഏലിയൻ സീനിലാണ് പടം പോണത്. അതുകൊണ്ട് തന്നെ പിള്ളേർക്ക് ഈ പടം ഭയങ്കര ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൊണ്ടുപോയിട്ട് സിനിമ തിയേറ്ററിൽ കൊണ്ടുപോയി കാണിച്ചാൽ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാവാനുള്ള ചാൻസ് ഉണ്ട്. നല്ല രീതിയിലാണ്. പിന്നെ ഒരു പക്ക ഫാമിലി പടം രീതിയിലെടുത്തേക്കണം. അങ്ങനെ പിള്ളേർ കാണാൻ പാടില്ലാത്തോ കേൾക്കാൻ പാടില്ലാത്തോ അല്ലെങ്കിൽ വൾഗറായിട്ടുള്ള എന്തെങ്കിലും ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ പിള്ളേർ ധൈര്യമായിട്ട് കൊണ്ടുപോയി കാണിക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് മൂവിയാണ്. അവർക്ക് എന്തായാലും ഇഷ്ടമാട്ടോ. അത് ഗ്യാരണ്ടി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യണം. അത് പിള്ളേർക്ക് ഈ പടം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. പിന്നെ അതുപോലെ AR റഹ്മാൻ്റെ മ്യൂസിക്, ചില സംഭവങ്ങൾ എനിക്ക് നന്നായിട്ട് തോന്നി. സൗണ്ട് ഡിസൈൻ, സൗണ്ട് ബാക്ക്ഗ്രൗണ്ട് സൗണ്ട്, അതൊക്കെ എനിക്ക് അടിപൊളിയായിട്ട് തോന്നി. പക്ഷെ പാട്ടുകളൊന്നും മനസ്സിൽ നിൽക്കുന്ന പാട്ടുകളായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. ഇപ്പോൾ ഇതിൽ കേട്ട ഒരു പാട്ട് പോലും എനിക്ക് AR റഹ്മാൻ ചെയ്ത പാട്ടുള്ളപ്പോൾ വേറെ ലെവലായിരിക്കും, അല്ലെങ്കിൽ ഇത് കൂടെ വീണ്ടും കേൾക്കണം, അങ്ങനെയൊന്നും എനിക്ക് ഈ സിനിമയിലെ പാട്ടുകളൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. ഇത് AR റഹ്മാൻ ചെയ്ത ഒരു മ്യൂസിക്കാണെന്ന് എഴുതി വെച്ചുകൊണ്ട് ഓക്കെ. അല്ലാതെ എനിക്ക് AR റഹ്മാൻ മ്യൂസിക്കലായിട്ട് എനിക്ക് ഫീലായില്ല. അത്രയും മനസ്സിൽ തങ്ങുന്ന പാട്ടുകളായിട്ടൊന്നും എനിക്ക് ഫീലായില്ല. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ കോയിംലിഗയുടെ സീൻ എന്ന് പറഞ്ഞാൽ അത് രാകേഷ് റോഷൻ ചെയ്ത മ്യൂസിക്കാണ്. രാജേഷ് റോഷനാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. രാകേഷ് റോഷൻ, അതായത് ഹൃത്തിക് റോഷൻ്റെ അച്ഛൻ്റെ പേരാണ് രാജേഷ് റോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രദറാണ്. അപ്പോൾ രാജേഷ് റോഷൻ, അങ്കിളായ രാജേഷ് റോഷനാണ് അതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. ഈവൻ കൊയില എന്ന് പറഞ്ഞ സിനിമയിലൊരു മ്യൂസിക് ഉണ്ട്. അതുപോലെ കഹന പ്യാറയിലൊരു ചെറിയൊരു മ്യൂസിക് ഉണ്ട്. ആ മ്യൂസിക് എടുത്ത് പുള്ളി തന്നെ ചെയ്തതാണ്. അത് തന്നെ എടുത്തിട്ടാണ് കോയിംലിഗ വേറെ രീതിയിൽ ചെയ്തത്. പക്ഷേ അടിപൊളിയായിരുന്നു. കോയിംലിഗയിലെ എല്ലാ പാട്ടുകളും ഞാൻ
റിപ്പീറ്റഡ്ലി കേൾക്കുന്ന. അപ്പോൾ ആ ഒരു ഫീലൊന്നും എനിക്ക് ഇതിൽ കിട്ടിയില്ല. ഞാൻ പക്ഷേ പ്രതീക്ഷിച്ചത് റഹ്മാനെ ആയതുകൊണ്ട് തീർച്ചയായിട്ടും പറയാം. റഹ്മാൻ മറ്റുള്ള മ്യൂസിക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ജോധാപൂർ എടുത്ത് നോക്കിക്കോട്ടെ, രംഗവസന്തി എടുത്ത് നോക്കിക്കോട്ടെ, കണ്ടമാനം പടങ്ങൾ, റോജ, ബോംബെ, എല്ലാം റിപ്പീറ്റഡ്ലി എൻ്റെ ഫോണിൽ ഉണ്ടാകുന്ന പാട്ടുകളാണ്. അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, നമ്മുടെ എൻ്റെ ഓർമ്മച്ച കാലം തൊട്ട് റഹ്മാൻ്റെ പാട്ടെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഒരു തവണ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് അഡിക്ഷനായി മാറും. അല്ലെങ്കിൽ ചില പാട്ടുകൾ ചിലപ്പോൾ ഒരു തവണ കേട്ടാൽ ഒന്നും തോന്നില്ല, പക്ഷേ കേട്ട് 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 നമുക്ക് അതൊരു അഡിക്ഷനായി മാറും. അങ്ങനത്തെ സീനാണ്. അങ്ങനെ ഒന്നും എനിക്ക് ഫീൽ ആയില്ല ഈ സിനിമയിലെ റഹ്മാൻ്റെ പാട്ടുകൾ. റഹ്മാൻ ചെയ്തതാണെന്ന് തന്നെ ഞാനിങ്ങനെ റഹ്മാൻ ചെയ്തതാണോ എന്നായിപ്പോയി പാട്ടുകളൊക്കെ കേട്ടപ്പോൾ. എനിവേസ്, പിന്നെ രഘുൽ പ്രീത് ഇല്ലേ നടി, പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല പുള്ളിക്കാരിക്ക്. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു, കോസ്റ്റ്യൂംസ് നല്ലതാണ്. അതല്ലാതെ പുള്ളിക്കാരിക്ക് ഒന്നും പ്രത്യേകിച്ച് ചെയ്യാനുണ്ടായിരുന്നില്ല ഈ സിനിമയിൽ. എനിക്ക് ഇങ്ങനെ നായികയുടെ ആവശ്യം ഉണ്ടായിരുന്നു എന്ന് തന്നെ തോന്നിപ്പോയി. എന്തായാലും ഇതൊക്കെയാണ് എനിക്ക് സിനിമയെ പറ്റി തോന്നിയത്. നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് രേഖപ്പെടുത്തുക. എൻ്റെ അഭിപ്രായത്തിൽ ഈ സിനിമ നിങ്ങൾ തിയേറ്ററിൽ കാണാം. അങ്ങനെയാണ് നിങ്ങൾക്ക് എന്ന് വെച്ചാൽ ഫോർ ദ ലവ് ഓഫ് ദാറ്റ് ഏലിയൻ. അവർ അത്രയും വൃത്തിക്കും അടിപൊളിയായിട്ടും ചെയ്തു വെച്ചേക്കുന്ന ആ ഒരു CGIക്ക് വേണ്ടി തന്നെ ഈ സിനിമ കാണാം. ആ ഏലിയൻ ഇസ് എ ലവബിൾ ക്യാരക്ടർ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. പിന്നെ ഇതിലെ നടൻ ശിവകാർത്തികേയൻ, ഞാൻ പറയാൻ വിട്ടുപോയി. പുള്ളി കൊടുത്തിരിക്കുന്ന റോള് നീറ്റായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അതിഗംഭീര ആക്ടിങ് ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യലായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. പുള്ളിയുടെ പൊതുവെയുള്ള സിനിമയിലെ പുള്ളി എങ്ങനെ അഭിനയിക്കണം അതൊക്കെ തന്നെ. പിന്നെ ഇതിനകത്ത് ഒരു കാര്യം പറയാൻ വിട്ടുപോയി. തമിഴ് സിനിമ തന്നെ മറന്നിരിക്കുന്ന ഒരു സാധനമാണ് ഹീറോ എൻട്രി സോങ് എന്നുള്ളത്. അത് ഇതിൽ കണ്ട് ഈ സിനിമ എനിക്ക് തോന്നുന്നു 2018 എന്തോ ഷൂട്ടിങ് തുടങ്ങിയാണെന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു അന്ന് ഇറങ്ങേണ്ട പടമായിരുന്നു, 16 or 18 എന്തോ. അപ്പോൾ ആ സമയത്തൊക്കെ ഈ ഹീറോ വരുമ്പോൾ എൻട്രിയിൽ സോങ് ഒക്കെ ഉണ്ടാവും. ഇപ്പോഴൊന്നും ഈ ആഫ്റ്റർ കോവിഡ് ഒന്നും അങ്ങനെ തമിഴ് പടത്തിൽ പോലും ഹീറോ വരുമ്പോൾ സോങ് അങ്ങനെ ഉണ്ടാവാറില്ല. ആകെ തെലുങ്ക് പടത്തിലൊക്കെ മാത്രം ഇപ്പോഴും എന്താ പറയുക, ഹീറോ വരുമ്പോൾ ഉടനെ സോങ് ഒക്കെ വരുന്ന സീനൊക്കെ ഉള്ളൂ. ഹീറോ എൻട്രി സോങ് എന്നുള്ള സീൻ അത് ഇതിനകത്ത് വീണ്ടും കാണാൻ പറ്റി. അതെനിക്കൊരു ഭയങ്കര അരോചക ഫീലായിരുന്നു എനിക്ക് കിട്ടിയത്. ഡാൻസൊക്കെ നന്നായിരുന്നെങ്കിൽ പോലും അതിൻ്റെ ആവശ്യം എന്തായിരുന്നു എന്ന് എനിക്ക് തോന്നിപ്പോയി. അതൊക്കെ പിന്നെ ഡയറക്ടറിൻ്റെ ഇവരുടെയൊക്കെ ഇഷ്ടമാണ്, വേണ്ടോ എന്നൊക്കെ. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ നിങ്ങൾ സിനിമ കണ്ടവരാണെങ്കിൽ തീർച്ചയായിട്ടും അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റിലിടുക. എൻ്റെ അഭിപ്രായം ഇതായിരുന്നു, തികച്ചും വ്യക്തിപരമായ അഭിപ്രായം മാത്രം. അപ്പോൾ എന്തായാലും അടുത്ത ആഴ്ച കിഡിലോസ്കി ആഴ്ചയാണ്. വാലിബൻ, മലൈക്കോട്ടെ വാലിബൻ, ഫൈറ്റർ, ഒരുപാട് പടങ്ങൾ വരുന്നുണ്ട്. എല്ലാം തിയേറ്ററിൽ തന്നെ കണ്ടിട്ട് നമ്മൾ അഭിപ്രായങ്ങൾ ഇടുന്നതായിരിക്കും. അപ്പോൾ മറക്കാതെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യുക, ഇഷ്ടമുണ്ടെങ്കിൽ. അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും വേറെ വീഡിയോസൊക്കെ ആയിട്ട് വരാം. നെക്സ്റ്റ് ടൈം കാണുന്നവരെ ബൈ ബൈ.